ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തോഴനായിരുന്നു. ഇസ്ലാമിന് മുമ്പും ശേഷവും നബിതങ്ങളുടെ ഇഷ്ടത്തോഴനും സന്തത സഹചാരിയുമായിരുന്നു. 2 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ 2 വയസ്സ് കുറവാണ്. എന്നിരുന്നാലും ഉറ്റ തോഴന്മാരും സ്നേഹിതന്മാരുമായിരുന്നു അവർ ഇരുവരും. ഇസ്ലാം മതം വന്നപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടി. മതപ്രബോധനം തുടങ്ങിയപ്പോൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വിശ്വസിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ്. ജനനം ക്രിസ്താബ്ദം 573 ജനനം. ആനക്കലഹ സംഭവം നടന്ന് 2 വർഷവും ഏതാനും മാസവും കഴിഞ്ഞു. ആനക്കലഹ സംഭവം നടന്ന് 50 ദിവസം കഴിഞ്ഞ് 51ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ടു. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആനക്കലഹ സംഭവം കഴിഞ്ഞ് 2 വർഷവും ഏതാനും മാസങ്ങളും കഴിഞ്ഞ ശേഷമാണ് ജനിക്കുന്നത്. ചെറുപ്പകാലം മുതൽക്ക് തന്നെ നന്ന സുശീലനായിരുന്നു. നല്ല ശീലങ്ങൾ മാത്രമുള്ള നല്ല മനുഷ്യനായിരുന്നു. ജാഹിലിയ കാലത്ത് തന്നെ സുസമ്മജിതനായിരുന്നു. എല്ലാവർക്കും അദ്ദേഹത്തെ സമ്മതമായിരുന്നു. അങ്ങനെ നല്ല നടപടിക്കാരൻ. എത്രത്തോളം എന്നാൽ മാക്കാല ഷാറ, ജീവിതത്തിൽ ഒരിക്കലും കവിത ചൊല്ലിയിട്ടില്ല. ഏത് കവിത? അശ്ലീല കവിതകൾ. അറബികൾ, ഇസ്ലാമിൻ്റെ ആഗമകാലത്തുള്ള അറബികളുടെ പ്രധാനമായ ജോലി എന്താണ്? കള്ളു കുടിക്കുക, പെണ്ണ് കുടിക്കുക, പാട്ടുപാടുക മുതലായ കാര്യങ്ങളൊക്കെ. അപ്പോൾ അശ്ലീലമായ ശൃംഗാരലീലയുള്ള പാട്ടുകൾ, സ്ത്രീ വർണ്ണനയുള്ള പാട്ടുകൾ, മദ്യത്തെ വർണ്ണിക്കുന്ന പാട്ടുകൾ, ഇങ്ങനെയുള്ള അശ്ലീലമായ സഭ്യതരങ്ങളായിട്ടുള്ള പാട്ടുകളോ കവിതകളോ ചൊല്ലാത്തവരുണ്ടാവില്ല ജാഹിലിയ കാലത്ത്. എന്നാൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു വരി പോലും ജീവിതത്തിൽ ഒരിക്കലും പാടിയിട്ടില്ല. വലാ ശരീബ ഖംറൻ ഫി ജാഹിലിയത്തും വലാ ഫിൽ ഇസ്ലാം. ജാഹിലിയ കാലത്തോ ഇസ്ലാമിലോ അങ്ങോട്ട് മദ്യപിച്ചിട്ടേയില്ല. ഉദാരമായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചത്. പക്ഷേ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പും കുടിച്ചിട്ടില്ല, ശേഷവും കുടിച്ചിട്ടില്ല. അപ്പോൾ ജാഹിലിയ കാലത്തുള്ള പ്രതാപത്തോട് ഇസ്ലാമിക പ്രതാപവും ഒന്നു ചേർന്നപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ കൂടുതൽ യശസ്സും പ്രതാപവും ഉണ്ടായിത്തീരുകയാണ് ചെയ്യുന്നത്. പണ്ട് മുതൽക്ക് തന്നെ അദ്ദേഹം ഒരു പണക്കാരനാണ്, കുബേരനാണ്. കച്ചവടമാണ് ജോലി. എന്ത് കച്ചവടമാണ്? ജൗളിക്കടയാണ്, തുണിക്കച്ചവടമാണ്. തുണിഷാപ്പ് നടത്തുന്ന ആളാണ്. അങ്ങനെ തുണിക്കച്ചവടം നടത്തുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ടവർ. കിട്ടുന്ന വരുമാനം കൊണ്ട് എല്ലാവരെയും സഹായിക്കും. ദരിദ്രരുടെ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ട സഹായങ്ങളൊക്കെ അന്നേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിഥികളെ സൽക്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നേരത്തെ തന്നെ സഹവർത്തിത്വമുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇസ്ലാം വന്നപ്പോൾ ആദ്യമായിട്ട് വിശ്വസിക്കുവാനുള്ള സൗഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. പുരുഷന്മാരിൽ നിന്ന് ഒന്നാമതായി വിശ്വസിച്ചത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിൻ്റെ 1ാമത്തെ ഖലീഫ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബിതങ്ങൾ സൗർ ഗുഹയിൽ താമസിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഏകസന്തത സഹചാരി കൂട്ടുകാരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബിതങ്ങളുടെ കൂടെ ആദ്യമായിട്ട് കബറിൽ ഒപ്പം കിടന്നത് ആര്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായപ്പോൾ മയ്യിത്ത് അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ ഇമാമത്തിന് നബിതങ്ങൾ ഉത്തരവാദപ്പെടുത്തിയത് ആരെ? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നോക്കിയാൽ എല്ലാം കൊണ്ടും പ്രാധാന്യമർഹിക്കുന്ന ഒരു സഹാബി ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരത്തെ തന്നെ അസാധാരണത്വം പലതും കാണാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഭാവിയിൽ ഒരു വിശിഷ്ട വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ മുന്നും പിന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചത്. ആര് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്ന് ആലോചിക്കാതെ അവരും തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല.
സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പുനരാലോചനയുടെ ആവശ്യം തന്നെ ഉണ്ടായിട്ടില്ല. എനിക്ക് നബുവത്ത് കിട്ടിയിട്ടുണ്ട്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലായിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഇസ്ലാം മതം സ്വീകരിച്ചു. ഷാത്തിക്കൽ വലിയ ആളാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല. അതിനെന്താ കാരണം? അതിന് കാരണം ഫക്കാന യറാ ദലായില നബുവത്തിഹി ഖബല ബിസത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക നിയോഗത്തിന് മുമ്പ് തന്നെ നബുവത്തിൻ്റെ അടയാളങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദർശിച്ച ആളാണ് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് അന്ന് മുതൽ മരണം വരെ എല്ലാ രംഗത്തും എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്താണ് അങ്ങോട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, എല്ലാ കർമ്മധർമ്മങ്ങളിലും സൽക്കാര്യങ്ങളിലും ബഹുമാറ്റപ്പെട്ടവർ പ്രഥമ സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത്? വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു കഅബത്തിന്റെ ചാരത്ത് മുറ്റത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ 2 പേർ തൊട്ടടുത്ത് ഇരുന്നു കൊണ്ട് സംഭാഷണം നടത്തുന്നു. ആരാണ് അഭിമുഖം നടത്തുന്നത്? ഒന്ന് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന മഹാനാണ്. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന മഹാനാണ്. മറ്റൊരാൾ ആരാണ്? ഉമയ്യത്ത് ബിൻ അബി സൽത്ത് എന്ന് പറയുന്ന ആളാണ്. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന ആളും ഉമയ്യത്ത് ബിൻ അബി സൽത്ത് എന്ന് പറയുന്ന ആളും പൂർവ്വവേദങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. ജൂത പണ്ഡിതന്മാരുമായും ക്രൈസ്തവ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നൊക്കെ മതകാര്യങ്ങളെക്കുറിച്ചും വേദകാര്യങ്ങളെക്കുറിച്ചും പഠിച്ചിട്ടുള്ള അറബികളാണ് ഇവർ ഇരുവരും. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, ഉമയ്യത്ത് ബിൻ അബി സൽത്ത് ഇരുവരും കഅബത്തിന്റെ ചാരത്ത് ഇരുന്നു കൊണ്ട് അഭിമുഖം നടത്തുകയാണ്. അന്ന് മക്കയിൽ നബി വന്നിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നബുവത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു കാലഘട്ടം. പക്ഷേ ഇവർ ഇരുവരും അന്ത്യപ്രവാചകരെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കാരണം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ജൂത ക്രൈസ്തവരിൽ നിന്ന് അവർക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു പ്രവാചകൻ്റെ ആഗമകാലമായിട്ടുണ്ട് എന്ന്. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അങ്ങനെ വർഷങ്ങളോളം ഊരു ചുറ്റി നടന്ന ആളാണ്. ഹക്ക് തേടിക്കൊണ്ട് ഖുറൈശികളുടെ കയ്യിൽ, മുശ്രിക്കുകളുടെ കയ്യിൽ, വിഗ്രഹാരാധകരുടെ കയ്യിൽ സത്യമില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് സത്യം അന്വേഷിച്ച് നടക്കുന്ന സത്യാന്വേഷിയായിരുന്നു ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. അവസാനം അദ്ദേഹത്തോട് വേദപണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് വരാൻ പോകുന്നത്. അത് അല്ലല്ല സമാനു നബിയിൻ, ഒരു പ്രവാചകൻ്റെ കാലം അടുത്തിരിക്കുന്നു. ആ പ്രവാചകൻ നിങ്ങളുടെ നാട്ടിൽ തന്നെയാണ് വരിക. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് തന്നെ മടങ്ങുക. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് വഴിമധ്യ വെച്ച് മരണമുണ്ടായത്. തൻ്റെ മകനോട് ഒരു വസിയത്തുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സെയ്ദ് ബിൻ അംർ നുഫൈൽ ബഹുമാനപ്പെട്ട മകനോട്, സയ്യിദ് ബിൻ സെയ്ദിനോട് ഒരു വസിയത്തുണ്ടായിരുന്നു. പൊന്നു മകനെ, ഞാൻ കാത്തു പാർത്തിരുന്ന ആ നബിയെ, പ്രവാചകനെ എനിക്ക് കാണാൻ സൗഭാഗ്യമുണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം വന്നാൽ നീ ഉടനെ വിശ്വസിക്കണം. എൻ്റെ ഒരു സലാം ആ പ്രവാചകനെ പറയണം. അസ്സലാമു അലൈക യാ അയ്യുഹൻ നബിയു, എൻ്റെ സലാം പറയണം എന്ന് പറഞ്ഞ് മകനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്ലാം മതം വന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സെയ്ദ് ഇസ്ലാം മതം സ്വീകരിച്ചു. റസൂലുള്ളാഹിയുടെ തിരുചാരത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ ഇങ്ങനെ ഒരാ സലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഉപ്പയ്ക്ക് അങ്ങയെ കാണാനുള്ള സൗഭാഗ്യമുണ്ടായിട്ടില്ല, അതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉപ്പയുടെ സലാം എന്ന് പറഞ്ഞ് സലാം കേൾപ്പിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന സെയ്ദൻ യുഹ്ശറു യൗമൽ ഖിയാമത്തി ഉമ്മത്തൻ വാഹിദ, ഒറ്റയ്ക്ക് ഒരു സമുദായമായിട്ട് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ നാളെ ആഖിറത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഒറ്റയ്ക്കൊരു സമുദായമായിട്ട്, ഒരു സമുദായത്തിൻ്റെ പവർ അദ്ദേഹത്തിനുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തെ പ്രശംസിച്ച സഹീഹ് ബുഖാരിയിൽ കാണാം. അങ്ങനെയുള്ള മഹാനാണ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. അദ്ദേഹം കഅബത്തിൻ്റെ ചാരത്തിരുന്ന് ഉമയ്യത്ത് ബിൻ അബി സൽത്തുമായി സംസാരിക്കുന്നു. അപ്പോൾ എന്താണ് അവിടെ സംസാരം? ഒരാൾ ചോദിക്കുന്നു, മറ്റേ ആൾ മറുപടി പറയുന്നു. ഉമയ്യത്ത് ചോദിക്കുന്നു, കൈഫ അസ്ബഹത യാ ബാഗിൽ ഖൈർ, നന്മ തേടുന്ന മനുഷ്യ, സത്യാന്വേഷിയായ മനുഷ്യ,
താങ്കളുടെ പ്രഭാതം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു, രാവിലത്തെ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ സെയ്ദ് പറയുന്നു ബിഹൈർ, ക്ഷേമം. അപ്പോൾ ഉമയ്യത്ത് ചോദിക്കുന്നു വൽ വജത്ത, നിങ്ങൾ സത്യാന്വേഷിയായി ഇറങ്ങി തിരിച്ച ആളാണല്ലോ, ഹൽ വജത്ത, നിങ്ങൾ കണ്ടെത്തിച്ചോ, അന്വേഷിക്കുന്ന കാര്യം കണ്ടെത്തിച്ചോ? അപ്പോൾ കാല സെയ്ദ് പറയുന്നു ലാ, കണ്ടില്ല, ഞാൻ അന്വേഷിച്ച ആളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഉമയ്യത്ത് ഒരു കവിതാശകലം ഉരുവിട്ടു. അതെന്താ കവിത? കുല്ലു ദീനിൻ യൗമൽ ഖിയാമത്തി ഇല്ല മാ ഖലല്ലാഹു ഫിൽ ഹഖീഖത്തി ബൂറു. കുല്ലു ദീനിൻ യൗമൽ ഖിയാമത്തി, എല്ലാ മതവും ഖിയാമത്ത് നാളിൽ, ഖിയാമത്ത് നാളിൽ എല്ലാ മതവും ഇല്ലാമാ ഖലല്ലാഹു, അള്ളാഹു വിധിച്ച ഒരു സത്യമതമുണ്ട്, അതൊഴിച്ച് എല്ലാം ഫിൽ ഹഖീഖത്തി ബൂറു, യഥാർത്ഥത്തിൽ എല്ലാം അബദ്ധമാണ്. അപ്പോൾ ഇവിടെ മതത്തെക്കുറിച്ചും അള്ളാഹിനെക്കുറിച്ചും ഖിയാമത്തിനെക്കുറിച്ചും ഇവർക്ക് ഇവിടുന്ന് കിട്ടി. അത് പൂർവ്വവേദങ്ങളുമായി ബന്ധപ്പെട്ട ജൂത ക്രൈസ്തവ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയതാണ്. അപ്പോൾ ഉമയ്യത്ത് പറയുന്നു കുല്ലു ദീനിൻ യൗമൽ ഖിയാമത്തി ഇല്ലാമാ ഖലല്ലാഹു ഫിൽ ഹഖീഖത്തി ബൂറു, അള്ളാഹു വിധിച്ചിട്ടുള്ള ഒരു സത്യമതമുണ്ട്, ആ മതം ഒഴിച്ചുള്ള എല്ലാ മതവും യഥാർത്ഥത്തിൽ അത് ബൂറ്, നാശമാണ്, അബദ്ധമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അമാ ഇന്ന ഹാദൻ നബിയല്ലദീ യുൻതദറു, ഈ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകൻ മിന്ന ഔ മിങ്കും, ഒന്നുകിൽ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ തറവാട് കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാവുക. ഈ പ്രതീക്ഷിത പ്രവാചകൻ ഒന്നുകിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുണ്ടാകും. ആര് പറഞ്ഞു? ഉമയ്യത്ത് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൗതുകമായി, ഇതുവരെ ഇങ്ങനെ ഒരു നിയുക്ത പ്രവാചകനെ നിയോഗിക്കപ്പെടാൻ പോകുന്നതായ ഒരു പ്രവാചകനെ കുറിച്ച് കേട്ടിട്ടില്ല. ഇപ്പോൾ ഇത് ഖിയാമത്ത് നാളിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചുമാണ് ഇവർ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ അനുഭവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായി. ഇതിൻ്റെ സംശയം തീർക്കാൻ വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന പണ്ഡിതൻ ജീവിച്ചിരിപ്പുള്ള കാലമാണ്. വറക്കത്ത് ബിൻ നൗഫൽ പൂർവ്വവേദങ്ങളൊക്കെ പഠിച്ച ഒരാളാണ് വറക്കത്ത് ബിൻ നൗഫൽ, അറബിയാണെങ്കിലും. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് തൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ യാ അഹി, സഹോദര, ആ പറഞ്ഞത് സത്യമാണ്, ഒരു പ്രവാചകൻ വരാനിരിപ്പുണ്ട്. ഇന്ന അഹുലുൽ കുതുബി വൽ ഉലൂം, നമ്മൾ വേദഗ്രന്ഥങ്ങൾ പഠിച്ചവരാണ്, വേദഗ്രന്ഥങ്ങളിലെ വിവരങ്ങളൊക്കെ പഠിച്ചവരുമാണ്. ഇല്ല അന്ന ഹാദൻ നബിയല്ലദീ യുൻതദറു, പക്ഷേ ഈ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകൻ മിൻ ഔസത്തിൽ അറബി നസബ, അറബികളിൽ നിന്ന് ഏറ്റവും ഉന്നതമായ ഉത്കൃഷ്ടമായ വംശത്തിലാണ് ജനിക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ ഖുറൈശ് കുലത്തിലാണ് ഈ പ്രവാചകൻ വരിക എന്ന് പറഞ്ഞു. പിന്നീട് ബഹുമാനപ്പെട്ട അത് മനസ്സിൽ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു, പിന്നീട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നബുവത്തിൻ്റെ ശേഷം കണ്ടുമുട്ടിയപ്പോൾ ലം യൽബസ് അബൂബക്കറിൻ ആമന ബിഹി വസദ്ദഖ, നബിതങ്ങളിൽ വിശ്വസിക്കുവാനും നബിതങ്ങൾ അംഗീകരിക്കാനും ഒട്ടും വൈകിയില്ല. ഉടനെ ഇസ്ലാം മതം സ്വീകരിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാം ഇല്ലാ കാനത്ത് ലഹു അൻഹു കബുവ, ഞാൻ ആരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാലും ഒന്ന് മുഖം ചുളിക്കാത്ത ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. തറദ്ദുദിനൊന്ന് സംശയം പ്രകടിപ്പിക്കാത്തവൻ, നെതുറിൻ്റെ ഒരു വിചിന്തനം നടത്താത്ത ആരും ഉണ്ടായിട്ടില്ല. ഇല്ല അബൂബക്കറിൻ, അബൂബക്കർ ഒഴിച്ച്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും ആലോചിച്ചിരുന്നില്ല, പെട്ടെന്ന് ഇസ്ലാം മതം സ്വീകരിച്ചു. മാ അതമ അൻഹു ഹീന ദക്കർതുഹു, ഞാൻ അദ്ദേഹത്തോട് ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒട്ടും പിന്തിയില്ല. ഉമാ തറദ്ദദ ഫീഹി, അതിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തില്ല. എന്നാൽ ഇസ്ലാം മതം സ്വീകരിച്ച് സ്വർഗത്തിലേക്കുള്ള വഴി കിട്ടി ബഹുമാനപ്പെട്ടവർ തൻ്റെ സ്വന്തം കാര്യമായിട്ട് ഇരിക്കുകയാണോ? അല്ല. അദ്ദേഹം ഉടനെ ഇറങ്ങിത്തിരിച്ചു. പിന്നെ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയാണ് ചെയ്തത്. ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, കഅബത്തിൻ്റെ ചാരത്ത് നിന്ന് ഒരു പ്രസംഗം നടത്തി. ഒരിക്കൽ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. മുശ്രിക്കുകൾ അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്തി പരിക്കേൽപ്പിച്ചു. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് അവ്വലു ഖതീബിൻ ഫിൽ ഇസ്ലാം എന്നാ പറഞ്ഞ്, ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രസംഗകൻ എന്നാ പറഞ്ഞു. ഇസ്ലാമിലെ ഒന്നാമത്തെ പ്രസംഗകനാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല. അദ്ദേഹം കാരണമായി നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. വളരെ പ്രഗത്ഭമതികളായ ആളുകൾ, വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ, പല ആളുകളും മഹാന്മാരും അദ്ദേഹം വഴിയായിട്ട് ഇസ്ലാമിലേക്ക് വന്നു. എന്താ കാരണം? അങ്ങോട്ട് അടങ്ങിയിരിക്കുകയായിരുന്നില്ല, ഇസ്ലാം മത പ്രബോധനം നടത്തുകയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു,
സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു. സ്വർഗത്തിലെ വലിയ വലിയ നേതാക്കന്മാരായ ഈ ആളുകളൊക്കെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ കൈക്കായി ഇസ്ലാമിലേക്ക് വന്നത്. അദ്ദേഹം രഹസ്യമായി കണ്ട് അവരൊക്കെ റസൂലുള്ളാഹിൻ്റെ ഹദ്റത്തിൽ കൊണ്ടുവന്ന് അവരൊക്കെ ഇസ്ലാം മതം ആശ്വസിക്കാൻ കാരണമായി തീർന്നു. മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. കഠിന കഠോരമായ ഉപദ്രവം ശത്രുക്കല്യം സഹിക്കവയ്യാതെ ഒരാളുകൾ ഹബ്ശയിലേക്ക് യാത്ര പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ദിവസം തൻ്റെ കെട്ടും പാണ്ഡവും ഒക്കെ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. വഴിമധ്യേ വെച്ചുകൊണ്ട് ഇബ്നു ദുഗന്ന എന്ന കാറാ കുടുംബത്തിൻ്റെ നേതാവാണ്. ഇബ്നു ദുഗന്ന കണ്ടു. നിങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. നാട്ടിൽ താമസിക്കാൻ നാട്ടുകാർ സമ്മതിക്കുന്നില്ല, ഉപദ്രവം കൊണ്ട് ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇബ്നു ദുഗന്നത്ത് പറയാൻ പറ്റില്ല എന്ന്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നാട് വിടാൻ പറ്റില്ല. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നാട് വിടാൻ പറ്റില്ല. കാരണം ഇന്നൊക്കെ തസിലുർ റഹിമ, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്നവരാണ്. ഒ തസ്ദുഖുൽ ഹദീസ, സത്യമാത്രം പറയുന്നവരാണ് നിങ്ങൾ. ഒ തക്സിബിൽ മഅദൂമ, ദരിദ്രർക്ക് സമ്പാദ്യമുണ്ടാക്കി കൊടുക്കുന്നവരാണ്. ഒത്തുഴിന് വലാൻ വായിബിൽ ദഹിരി, കാലവിപത്തുകൾക്കെതിരെ നിങ്ങൾ സഹായിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള മഹൽ ഗുണങ്ങളൊക്കെ ഉള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നാട് വിട്ടാൽ പറ്റില്ല. ഇവിടെ അങ്ങോട്ട് അടയ്ക്കുന്നത്. ചെന്നിട്ട് ഖുറൈശികളോട് പറഞ്ഞു, ഇതാ ഞാൻ ഇദ്ദേഹത്തിന് രക്ഷ കൊടുത്തിട്ടുണ്ട്, അഭയം കൊടുത്തിട്ടുണ്ട്. എൻ്റെ അഭയം നിങ്ങൾ അംഗീകരിക്കണം. ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കണം. അയാൾ നിസ്കരിച്ചോട്ടെ, ഖുർആൻ ഓതിക്കോട്ടെ, നിങ്ങൾ കണ്ട് ഒന്നും ചെയ്യരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ നിലയ്ക്ക് താമസിച്ചു. അപ്പോൾ ഖുറൈശികൾ അത് അംഗീകരിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു. പരസ്യമായിട്ട് നിസ്കരിക്കാനും പാടില്ല, പരസ്യമായിട്ട് ഖുർആൻ ഓതാനും പാടില്ല. ഇബ്നു ദുഗന്നത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ ജിവാർ, നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ അംഗീകരിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അബൂബക്കറിനോട് പറഞ്ഞേക്കണം, പിന്നെ പരസ്യമായിട്ട് ഖുർആൻ ഓതാനും പാടില്ല, പരസ്യമായിട്ട് നിസ്കരിക്കാനും പാടില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ഒരു ടോർച്ചുണ്ട്. ആ ടോർച്ച് ഒന്ന് തെളിച്ചാൽ പരിസരത്തുള്ള ആളുകളൊക്കെ, ഇരുട്ടുള്ള ആളുകൾക്ക് വെളിച്ചം കാണും. അതിന് ടോർച്ച് തെളിക്കാൻ പാടില്ല എന്ന കണ്ടീഷൻ. എന്താ ചെയ്യുക? കുറച്ച് ദിവസമൊക്കെ കുറച്ചൊക്കെ സഹിച്ചു നിന്ന് അദ്ദേഹം ചെയ്യുന്നതിൻ്റെ മുറ്റത്ത്, വീട്ടുമുറ്റത്ത് ഒരു ചെറിയ പള്ളി പോലെ ഉണ്ടാക്കി, നിസ്കാര ഹാൾ ഉണ്ടാക്കി, അവിടെ വെച്ച് നിസ്കാരം ഉണ്ട് തുടങ്ങി ഉറക്കം ഓതാൻ തുടങ്ങി. അപ്പോൾ കുട്ടികളും മക്കളൊക്കെ ഇത് കേട്ടിട്ട് ബഹുമാനപ്പെട്ടവർ സിദ്ദീഖുൽ അക്ബർ ഖുർആൻ ഓടിയാൽ വിലപിക്കുന്ന ആളെ, കരയുന്ന ആളായിരുന്നു. കരഞ്ഞുകൊണ്ടങ്ങനെ ഖുർആൻ ഓടിയപ്പോൾ ഈ ആശ്ചര്യം കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടി. അപ്പോൾ ഖുറൈശികൾ ഇബ്നു ദുഗന്നത്തിനോട് പരാതിപ്പെട്ടു, നമ്മുടെ കണ്ടീഷൻ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇബ്നു ദുഗന്നത്ത് പറഞ്ഞു, നമ്മുടെ കണ്ടീഷന് വിരുദ്ധമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഇതാ പിടിച്ചോളൂ, നിങ്ങളുടെ ജിവാർ സംരക്ഷണം എനിക്ക് വേണ്ട, എനിക്ക് അള്ളാഹിൻ്റെ സംരക്ഷണം മതി, എനിക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം വേണ്ടി എന്ന് പറഞ്ഞ് സംരക്ഷണം തിരിച്ചു കൊടുക്കുകയുണ്ടായിരുന്നു. പിന്നീട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ സഹയാത്രികനായി കൂടെ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഹിജ്റ പോയി. സകല കാര്യങ്ങളിലും ഒന്നാമനായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല. എല്ലാ കാര്യത്തിലും, വിവരത്തിലും, സാഹിത്യത്തിലും, അഭിപ്രായ ശേഷിയിലും, അതുപോലെ ബുദ്ധിയിലും, എല്ലാ കാര്യങ്ങളിലും, ഖുർആനും സുന്നത്തും ഗ്രഹിക്കുന്ന കാര്യങ്ങളിലും എല്ലാം മുൻപന്തിയിലായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉണ്ടായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് എല്ലാ നിലക്കും പഠിച്ചറിഞ്ഞ കൂട്ടുകാരനായ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല പറയുകയാണ്, ലൗ ഉസിന ഈമാനു അബീ ബക്കറിൻ ബി ഈമാനി അഹ്ലിൽ അർളി ലറജഹ ബിഹിം. അബൂബക്കറിൻ്റെ ഈമാൻ ത്രാസിൻ്റെ ഒരു തട്ടിലും വെച്ചു, ലോകത്തുള്ള സകല മനുഷ്യന്മാരുടെ, ഭൂനിവാസികളുടെ ഈമാൻ മുഴുവനും കൂടി ഒരു തട്ടിലും വെച്ചാൽ അബൂബക്കറിൻ്റെ ഈമാനിൻ്റെ തട്ടിന് മുൻതൂക്കമുണ്ടാകും. അതിനാണ് വെയിറ്റ് കൂടുതലുണ്ടാവുക. ഇനി ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയണമെങ്കിൽ അങ്ങയുടെ ഈമാനിൻ്റെ കട്ടി എത്രയായിരിക്കുമെന്ന് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഈമാൻ മനസ്സിലാണ് നിൽക്കുന്നത്. എല്ലാവരും 24 മണിക്കൂർ തന്നെ ദിനചര്യകളൊക്കെ നടത്തുന്നത്. എല്ലാവർക്കും 5 വക്ത് നമസ്കാരം തന്നെ ഫർളുള്ളൂ. എല്ലാവർക്കും 22 റക്അത്താണ് റവാറ്റിബുള്ളത്. എല്ലാവർക്കും സമയം 24 മണിക്കൂറിൻ്റെ ജീവിതത്തിലുള്ളത്. പിന്നെ എങ്ങനെ ഇത്ര വലിയ പദവിയിൽ ഒരാളെത്തുന്നു ചോദിച്ചാൽ മാനസികാവസ്ഥ കൊണ്ടാണ്. മനസ്സിൻ്റെ അവസ്ഥ അനുസരിച്ചുകൊണ്ടാണ് ഓരോരുത്തർക്കും പവറുകൾ കൂടി വരുന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മാനസികാവസ്ഥ കൊണ്ടിട്ട്, ഈമാനിൻ്റെ കട്ടി കൊണ്ടും ഉറപ്പ് കൊണ്ടും ബഹുമാനപ്പെട്ട ഒരു ഉത്കൃഷ്ടമായ സ്ഥാനത്തെത്തി എന്നാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നമ്മൾ അറിയിക്കുന്നത്.
ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും പ്രശംസിച്ചാൽ, മദ്ഹ് പറഞ്ഞാൽ, നിങ്ങൾ അങ്ങനത്തെ ആളാകുന്നു ഇങ്ങനത്തെ ആളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പ്രശംസിച്ചാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന് അത് വളരെ സങ്കടമാണ്. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്നു. എന്താ പറയുന്നത്? അല്ലാഹുമ്മ അൻത അലമു ബിന്നി ബിനഫ്സി, പടച്ചവനെ എന്നെക്കുറിച്ച് എന്നേക്കാൾ നീയാണ് അറിയുന്നവൻ, എന്നെക്കുറിച്ച് എന്നേക്കാൾ നീയാണ് അറിയുന്നവൻ. വഅന അലമു ബിനഫ്സി മിൻഹും, എന്നെ പ്രശംസിച്ച ആളുകളെക്കാൾ എന്നെക്കുറിച്ച് അറിയുന്നവൻ ഞാനാണ്. അതുകൊണ്ട് അവരുടെ പ്രശംസയ്ക്ക് ഞാൻ അർഹനല്ല. അതുകൊണ്ട് അല്ലാഹുമ്മ ജിഅൽനി ഖൈറൻ മിമ്മാ യളുന്നൂൻ, ജനങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എന്നെ ഉത്തമനാക്കി തരണം. വഗ്ഫിർലി മാ ലാ യഅലമൂൻ, അവർ അറിയാതെ പറഞ്ഞതിന് എനിക്ക് പുറത്തു തരണം. എന്നിലില്ലാത്ത മദ്ഹുകളും മഹത്വങ്ങളും അവർ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുത്, എനിക്ക് പുറത്തു തരണം. വലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ, ജനങ്ങൾ പറയുന്ന വാക്ക് അധിക പ്രശംസ അമിത പ്രശംസ കാരണമായി നീ ഒരിക്കലും എന്നെ ശിക്ഷിക്കരുത് പടച്ച തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആളുകൾ പ്രശംസിക്കുന്നത് ഇഷ്ടമല്ല എന്നർത്ഥം. വലിയ നേതാവായി ഖലീഫയായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ജനസേവനം ചെയ്യുന്നതിൽ മുൻപന്തിയിലായിരുന്നു. നമ്മൾ കേട്ട സംഭവമാണല്ലോ. ബഹുമാനപ്പെട്ടവരുടെ വിനയം മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയുടെ പ്രാന്തപ്രദേശത്ത് ഒരു കൊച്ചുകുടിലിൽ ഒരു വൃദ്ധയായ വയോധികയായ പെണ്ണ് തളർവാദ രോഗിണിയായി കിടക്കുന്നു. അവളെ ശുശ്രൂഷിക്കാൻ ഞാൻ ചേർന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും ചെയ്യാത്ത അമൽ, അള്ളാഹും ഞാനും മാത്രം അറിയുന്നവർ അമൽ എനിക്ക് ആഖിറത്തിലേക്ക് നിധിയാകണമെന്ന് കരുതി അതിനുവേണ്ടി ഞാൻ ചാൻസ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ചെന്ന് നോക്കിയാലും ഫ്രഷാണ് ആ പെണ്ണ്. വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പാലും റൊട്ടിയുമൊക്കെ ആ പെണ്ണിൻ്റെ അടുത്തുണ്ട്. അവരെ വേണ്ടതുപോലെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. പെണ്ണാണെങ്കിൽ അവളെ രോഗിണിയാണ്, വൃദ്ധയാണ്, തളർവാദ രോഗിണിയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സ്ത്രീയുടെ അടുത്ത് എപ്പോൾ ചെന്ന് നോക്കിയാലും അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആരാണെന്നറിയില്ല. ഒരു ദിവസം ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒളിച്ചിരുന്നു. നോക്കുമ്പോൾ അങ്ങ് അകലെ നിന്ന് അതാ വരുന്ന ഒരാൾ വരുന്നു. അടുത്തടുത്ത് എത്തിക്കഴിഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ ആരാണ്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞു, അത് നിങ്ങളാണല്ലേ എന്ന് മാത്രം ചോദിച്ചു ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അൻത ഹുവ ലഅംദി, എൻ്റെ ആയുഷ്കാലം തന്നെ സത്യം, അല്ലെങ്കിൽ എൻ്റെ ദീൻ തന്നെ സത്യം, അത് നിങ്ങളാണല്ലേ? അപ്പോഴാണ് ആളെ പിടികിട്ടിയതെന്ന്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതിൻ്റെ ശേഷമാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാൻസ് കിട്ടിയത് ആ സ്ത്രീയെ ശുശ്രൂഷിക്കാൻ. അതുവരെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാര്യം നിർവഹിക്കുകയായിരുന്നു. എപ്പോഴ് രാജ്യത്തിൻ്റെ ഖലീഫയായിരുന്നപ്പോൾ, വലിയ ഭരണാധിപനും രാജാവുമായിരുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിൻ്റെ നിഗൂഢാർത്ഥങ്ങളും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനകളുടെ ഉൾപ്പൊരുളുകളും ഏറ്റവും കൂടുതൽ അറിയുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ പ്രസംഗത്തിൽ മരണസൂചകമായിട്ട് ഒരു വാക്ക് പറയുകയുണ്ടായി. മരണസൂചകമായിട്ട് വ്യംഗ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആ വാക്കിൻ്റെ ഉൾപ്പൊരുൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാത്രമേ മനസ്സിലായുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അബ്ദൻ മിൻ ഇബാദില്ലാഹി ഖയ്യറഹുല്ലാഹു ബൈന ദുനിയ വബൈന മാ ഇൻദ, അള്ളാഹുവിൻ്റെ അടിയങ്ങളിൽ നിന്നുള്ള ഒരു അടിമക്ക് അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തു. ഒന്നുകിൽ ദുന്യാവിൽ നിങ്ങൾക്ക് എന്നെന്നും ജീവിക്കാനുള്ള അവകാശം തരാം ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ ഉടനെ മരണപ്പെട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നുവെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സജ്ജീകരിച്ചതായ സൗകര്യങ്ങൾ ചെയ്തു തരാം എന്ന് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഫഖ്താറമാ ഇന്ദ, ആ അടിമ അള്ളാഹുവിങ്കൽ ഉള്ള അനുഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുത്തു, അത് തിരഞ്ഞെടുത്തു. ദുന്യാവ് വേണോ ആഖിറം വേണോ? എന്നാൽ ആഖിറം കിട്ടൂല എന്നല്ല, ഇപ്പോൾ തന്നെ ആഖിറത്തിലേക്ക് വരണോ? അതല്ല ദുന്യാവിൽ ആയുസ് നീട്ടി ഖിയാമത്ത് നാൾ വരെ ജീവിക്കണോ? ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിലുള്ള സജ്ജീകരണങ്ങൾ, അനുഗ്രഹങ്ങൾ അത് ഉടനടി വേണം, മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ.
ഒരടിമക്ക് അല്ല സ്വാതന്ത്ര്യം കൊടുത്ത് ദുന്യാവ് വേണോ അതല്ല അള്ളാഹുവിങ്കലുള്ളത് വേണോ ചോദിച്ചപ്പോൾ ആ അടിമ അള്ളാഹുവിങ്കലിൽ തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. എല്ലാവരും അത്ഭുതപൂർവ്വം സിദ്ദീഖുൽ അക്ബർ തന്നെ വീക്ഷിക്കുകയാണ്. എന്താ ഈ മനുഷ്യന് കരയും? ഒരാളെ കഥ പറഞ്ഞ റസൂലുള്ളാഹ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ കഥ പറഞ്ഞാൽ ഈ മനുഷ്യന്തിനാ കരയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നെയാണ് മനസ്സിലായത് ആരാണ് ഈ അടിമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നബിതങ്ങളുടെ മരണവാർത്തയാണെന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ നബിതങ്ങളുടെ ഏതു വാക്കിൻ്റെ ഉൾപ്പൊരുളും പെട്ടെന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്ന കുശാഗ്രബുദ്ധി ഉള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നബിതങ്ങളുടെ വിവാഹ ബന്ധുവാണ് അമ്മോശനാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിതങ്ങളുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകൾ ആയിഷ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. മാത്രമല്ല നബിതങ്ങളുടെ നാട്ടിലും യാത്രയിലും നബിതങ്ങളുടെ സന്തത സഹചാരി കൂട്ടുകാരൻ. നാട്ടിലായിരുന്നാലും യാത്രയിലായിരുന്നാലും കൂട്ടുകാരനായിരുന്നു. സർവോപരി മദീനയിലേക്കുള്ള ഹിജറവേളയിൽ നബിതങ്ങളുടെ റഫീഖ്, ഖാറിൽ നബിതങ്ങളുടെ അനീസ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടല്ലോ. ഇത് അഖ്റജഹുല്ലദീന കഫറു, അവിശ്വാസികൾ അദ്ദേഹത്തെ നാടുകടത്തിയപ്പോൾ സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഖാർ, രണ്ടുപേരിൽ രണ്ടാമനായ നിലയിൽ ഇദ്ഹുമാ അവർ രണ്ടുപേരും ഫിൽ ഖാരി, ആ സൗറുമലയുടെ ഗഹ്വരത്തിൽ നിന്നപ്പോൾ ഇത് യഖൂലു അദ്ദേഹം പറയുന്നു ഒരു സാഹിബ് തൻ്റെ കൂട്ടുകാരനോട് ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കരുത് അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഇവിടെ വിശുദ്ധ സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഖാർ എന്ന് റസൂലുള്ളാഹിയുടെ കൂട്ടുകാരനായിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണ്ണിയിരിക്കുകയാണ്. ഹിജറായുടെ സമയത്ത് സിദ്ദീഖുൽ അക്ബറിനും കൂട്ടിയാണല്ലോ സൗറുമലയുടെ ഗുഹയിലേക്ക് വന്നത്. നേരത്തെ തന്നെ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഗുഹയിൽ വേണ്ട ഏർപ്പാടൊന്നും ചെയ്തിട്ടില്ല. ഗുഹക്കകത്തേക്ക് പ്രവേശിക്കാറായപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി എനിക്ക് അങ്ങ് പുറത്ത് നിൽക്കണം, ഞാനൊന്ന് അകത്ത് കയറിയൊക്കെ വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞു. അകത്ത് കയറി ആ ഗുഹ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കിയതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അകത്ത് കിടക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അവിടെ കുറേ ദ്വാരങ്ങളുണ്ട്. ആ ദ്വാരങ്ങളിലേക്ക് വിഷജന്തുക്കളുണ്ടാകും. അങ്ങോരുടെ അരമുണ്ടിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് എല്ലാ ദ്വാരങ്ങളും അടച്ചു. രണ്ട് ദ്വാരം ബാക്കിയായി. ആ രണ്ട് ദ്വാരത്തിൽ അങ്ങോരുടെ കാലിൻ്റെ പെരുവിരലുകൾ തള്ളിവെച്ച് ഓട്ടയടച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അകത്തേക്ക് ക്ഷണിച്ചു. നബിതങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ മടിത്തട്ടിൽ തലചാച്ചുകൊണ്ട് ഉറങ്ങുകയാണ്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാത്ത രാത്രിയാണ്. സിദ്ദീഖ് ആയ സത്യത്തിൻ്റെ മൂർത്തിവൽഭാവമായ മഹാനായ റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖുൽ അക്ബറും ഗുഹയിൽ വന്നിറങ്ങുമാണ് പറയുന്നത്. തിരച്ചിലുകാർ നാലുഭാഗത്തും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗുഹയുടെ മുകളിലും അവരെത്തിയിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ശത്രുക്കളുടെ കാൽപെരുമാറ്റം കണ്ടപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവരെങ്ങാനും ഒന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അബൂബക്കറെ ദുഃഖിക്കരുത്, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്, ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും ആവട്ടെ സിദ്ദീഖുൽ അക്ബറിൻ്റെ മടിത്തട്ടിൽ തലയാച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങുന്നു. പെട്ടെന്ന് രമിതകൾ ഉണർന്നുപോയി. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ കണ്ണിണകളിൽ നിന്ന് ചാലിട്ടൊടുകിയ കണ്ണീർ കണങ്ങൾ ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്ക് ഇറ്റിറ്റ് വീണു. അബൂബക്കർ തങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത അസഹ്യമായ വേദന കൊണ്ട് അടാ കണ്ണ് ഒഴുകാൻ തുടങ്ങി. എന്താ സംഭവം? തൻ്റെ പെരുവിരലുകൾ അമർത്തിവെച്ച ഒരു ദ്വാരത്തിൽ നിന്ന് ഒരു വിഷസർപ്പം വന്ന് അദ്ദേഹത്തെ ദംശിച്ചു. കാല് വലിച്ചില്ല. വലിച്ചാൽ ആ സർപ്പം ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ദേഹത്തിലേക്ക് ചാടും. അതുകൊണ്ട് കാല് വലിച്ചില്ല. കഠിനമായ വേദന, അസഖ്യമായ വേദന കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് അശ്രുകണങ്ങൾ അടർന്നു വീഴുന്നു. മാ അസാബക്കയാ അബൂബക്കർ, അബൂബക്കറെ എന്തു പറ്റി? അപ്പം പറഞ്ഞു, ഇന്നി ലുദിഖ്തു, എനിക്കിങ്ങനെ സർപ്പദംശമുണ്ടായിട്ടുണ്ട്. ഉടനെ കാല് വലിച്ചെടുത്തു റസൂലുള്ളാഹി തങ്ങൾ.
അവിടുത്തെ ഔഷധ വീര്യമുള്ള തുപ്പുനീര് തുപ്പിക്കൊടുക്കുന്നു, വേദന ശമിക്കുന്നു, വിഷം ഇറങ്ങിപ്പോകുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളുള്ള സ്നേഹവായ്പിൻ്റെ വലിപ്പവും അതിൻ്റെ ആഴവും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ രണരംഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ബദർ, ഉഹദ്, ഖന്തക്ക്, ഹുനൈൻ ഇങ്ങനെ തുടങ്ങിയ സകല രണരംഗങ്ങളിലും നബിതങ്ങളോടൊപ്പം പങ്കെടുത്തിട്ടുള്ള മഹാനാണ്. ഉഹദിലും ഹുനൈനിലും മുസ്ലിമെങ്കിൽ ഒരു വിഭാഗം തോറ്റോടിയ സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിലൊന്നും ഓടാത്ത മഹാനാണ്. വസബത്ത മഅഹു യൗമ ഉഹദിൻ വഹുനൈൻ, ഉഹദ് ദിവസത്തിലും ഹുനൈൻ ദിവസത്തിലും റസൂലുള്ളാഹിയുടെ തൊട്ടടുത്ത് ചാരത്ത് തന്നെ ഉറച്ചു നിന്ന മഹാനാണ് ബഹുമാനപ്പെട്ടവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു രാജാവിന് മന്ത്രി എന്നതുപോലെയായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. സകല കാര്യങ്ങളിലും നബിതങ്ങൾ അദ്ദേഹത്തോട് മുഷാവറ ചെയ്യും, അതിന് കൂടിയാലോചിച്ചാണ് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളിലും രണ്ടാമൻ ഒക്കാന സാരിയഹു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ രണ്ടാമനായിരുന്നു. ആദ്യമായി റസൂലുള്ളാഹി തങ്ങൾ വിശ്വസിച്ചു നബുവത്ത് കിട്ടിയപ്പം. പിന്നെ വിശ്വസിക്കുന്ന പുരുഷന്മാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വസാനി ഫിൽ ഖാറിലെ രണ്ടാമനായിരുന്നു. വസാനി ഫിൽ അരീഷി യൗമ ബദരിൻ, ബദർ യുദ്ധ ദിവസത്തിൽ പന്തലിൽ രണ്ടാമനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി യുദ്ധരംഗം വീക്ഷിക്കാൻ വേണ്ടി ഒരു പന്തൽ കെട്ടിയിരുന്നു. ആ പന്തലിൽ റസൂലുള്ളാഹിയെ ഒറ്റയ്ക്ക് നിർത്താതെ നബിതങ്ങളുടെ കൂടെ നിന്ന് നബിതങ്ങൾക്ക് സംരക്ഷണം നൽകിയാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു. അതാണ് പന്തലിൽ രണ്ടാമൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വസാനിയോ ഫിൽ ഖബരി, ഖബറിൽ രണ്ടാമനാണ്. ഇപ്പം ഖബറിൽ 3 ആൾ കിടക്കുന്നുണ്ട്. ഇനി ഈസാ നബി അലൈഹി സ്വലാം കൂടി കിടക്കാണ്ട് ഒരാളും കൂടി വരാനുണ്ട്. അപ്പം ഖബറിൽ ഇപ്പം 3 ആൾ. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു. ആദ്യമായിട്ട് റസൂലുള്ളാഹിൻ്റെ ചാരത്ത് കിടന്നത് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു, പിന്നെയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പം അതുകൊണ്ടാണ് ഖബറിൽ രണ്ടാമൻ എന്ന് പറയാനുള്ള കാരണം. വലം യക്കുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖദ്ദിമു അലൈഹി അഹദാ, അബൂബക്കർ തങ്ങളെക്കാൾ മുൻഗണന സ്ഥാനം ഒരാൾക്കും നബി തങ്ങൾ കൊടുക്കാറില്ല. ഏറ്റവും വലിയ പവറും സാമീപ്യവും അടുപ്പവും മുൻഗണനയും സിദ്ദീഖ് അക്ബർ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലുണ്ടായിരുന്നത്. ഇനി ഹൗദുൽ കൗസറിൻ്റെ അടുത്തും റസൂലുള്ളാഹിൻ്റെ കൂടെ ആരാണ് ഉണ്ടാവുക? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാകുക. ഇസ്ലാമിക കവിയായ മഹാനായ സഹാബി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, വസാനിയസ്നൈനി ഫിൽ വരിൽ മുനീഫി വഖത്താഫൽ അദൂബിഹി ഇദ്സഅദൽ ജബലാ, വസാനിയസ്നൈനി ഫിൽ വരിൽ മുനീഫി വഖദ് താഫൽ അദൂബിഹി ഇദ്സഅദൽ ജബലാ. ശത്രുക്കൾ റസൂലുള്ളാഹിയെ തെരഞ്ഞു വന്ന് മലയുടെ മുകളിൽ കയറിയ സന്ദർഭം, ആ സന്ദർഭത്തിൽ ആ ഗ്വാറിലുണ്ടായിരുന്ന രണ്ടാമൻ, നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടാമനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമു മിനൽ ബരിയത്തി ലം യദിൽ ബിഹി റജുലാ. വകാന ഹിബ്ബ റസൂലില്ലാ, റസൂലുള്ളാഹിൻ്റെ സ്നേഹഭാചനമായിരുന്നു, ഇഷ്ടത്തോഴനായിരുന്നു. ഖദ് അലിമു മിനൽ ബരിയത്തി ലം യദിൽ ബിഹി റജുലാ, അള്ളാഹിൻ്റെ പടപ്പുകളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖിനോട് ഒരു പുരുഷനെയും റസൂലുള്ളാഹി തുല്യമാക്കിയിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു സമാനനായി ഒരാളെയും റസൂലുള്ളാഹി കണ്ടിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അത്രയ്ക്ക് വലിയ മഹാനാകുന്നു. എല്ലാ നന്മകളിലും മുൻപന്തിയിൽ. ഒരു ദിവസം സുബ്ഹി നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു നിന്ന് ചോദിക്കുന്നു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുള്ളവരാരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു നിന്നു, അനാ എനിക്ക് നോമ്പുണ്ട്. വമൻ തബിയ മിൻകും ജനാസത്തൻ, ഇന്ന് ഒരു ജനാസയുടെ കൂടെ പോയ ആളാരുണ്ട്? നേരം വെളുത്തിട്ടുള്ളൂ, സുബഹി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കണേ, ഇന്ന് ജനാസിൻ്റെ കൂടെ പോയ ആളാരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. ഒരു മയ്യത്ത് സംസ്കരണം സുബഹിക്ക് മുമ്പ് നടന്നിരുന്നു, അതിൽ പങ്കെടുത്തിട്ടുണ്ട്. മന്നത്താമ മിങ്കുമല്ലോമ മിസ്കീന, ഇന്ന് ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തവരാരുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അനാ ഞാൻ. റസൂലുള്ളാഹി ചോദിക്കുന്നു, ഫമൻ ആദ മിങ്കും യമുല്ലോമ മരീള, ഇന്ന് രോഗിയെ സന്ദർശിച്ച ആളാരുണ്ട്? അബൂബക്കർ തങ്ങൾ പറയുന്നു, അനാ. ഇതൊക്കെ വരുന്ന വഴിക്ക് ചെയ്ത കാര്യങ്ങളാണ്. നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വരുന്ന വഴിക്ക് ഫക്കീറിനെ കണ്ട് മിസ്കിനെ കണ്ട് അവന് കൊടുക്കാനുള്ളത് കൊടുത്ത്, അതുപോലെ തന്നെ രോഗിയുടെ വീട്ടിൽ കയറി സന്ദർശനം നടത്തി എല്ലാം കഴിച്ചാണ് പള്ളിയിലേക്ക് വന്നിരിക്കുന്നത്.
ഇതെല്ലാം കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജിത്തമഅന ഫിംദിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ സൽഗുണങ്ങളെല്ലാം കൂടി ഒരു മനുഷ്യന് സമ്മേളിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കാതിരിക്കുകയില്ല. ഈ സൽഗുണങ്ങളെല്ലാം കൂടി ഒരു മനുഷ്യനിൽ സമ്മേളിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിസാലുൽ ഖൈരി 360, നന്മയുടെ കാര്യങ്ങൾ 360. നന്മയുടെ കാര്യങ്ങൾ 360 എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ലീ മിൻഹാ ശൈഉൻ, ആ 360 ഗുണങ്ങളിൽ നിന്ന് വല്ല ഗുണവും എന്നിലുണ്ടോ എന്ന് ചോദിച്ചു, സംശയം തീർക്കാൻ പറ്റി. അപ്പോൾ ആദരവായ റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലുഹാ ഫീക, അത് മുഴുവനും നിന്നിലുണ്ട്. നന്മയുടെ ഖിസാൽ കാര്യങ്ങൾ 360. ആ 360 സമഞ്ജസമായി സമ്മേളിച്ച മഹാൻ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. വഹനി അല്ലക യാ അബൂബക്കർ, അബൂബക്കറെ നിനക്ക് അനുമോദനം. നബി തങ്ങൾ പറയുകയാണ്, എല്ലാ പ്രത്യേകതകളും ഉണ്ട്. ഉമ്മ മുസ്ലിമായി, വാപ്പ മുസ്ലിമായി, മക്കൾ മുസ്ലിമായി, മക്കളുടെ മക്കൾ മുസ്ലിമീങ്ങളായി. വേറൊരു സഹാബിക്ക് അവകാശപ്പെടാനില്ലാത്ത നവ മുസ്ലിമീങ്ങളായി വന്നവരൊക്കെ ഒന്നിരിക്കുകയെന്ന് വെച്ചാൽ മൂപ്പര് മുസ്ലിമാണെങ്കിൽ ഫാദർ മുസ്ലിമല്ല, അല്ലെങ്കിൽ ഭാര്യ മുസ്ലിമല്ല, അല്ലെങ്കിൽ മക്കൾ മുസ്ലിമല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയും മുസ്ലിമായി, ഉമ്മയും മുസ്ലിമായി, മക്കളും മുസ്ലിമായി, മക്കളും മുസ്ലിമായി. അങ്ങനെയുള്ള വലിയ സൗഭാഗ്യമുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫ, ഇസ്ലാമിലെ ഒന്നാമത്തെ ഹജ്ജിൻ്റെ അമീർ. ഹിജ്റയുടെ 9ാമത്തെ കൊല്ലം ഹജ്ജ് അക്ബർ നടന്നു. ആ ഹജ്ജിൻ്റെ അമീറായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. നബി തങ്ങളുടെ ഹജ്ജിൻ്റെ മുന്നോടിയായി 9ാമത്തെ വർഷം ഹജ്ജിന് പോയി റസൂലുള്ളാഹി ഹജ്ജത്തുൽ വദാഇ നിർവഹിച്ചത് 10ാമത്തെ കൊല്ലം, ഹിജ്റയുടെ 10ാമത്തെ കൊല്ലം. 9ാമത്തെ കൊല്ലം ഹജ്ജിൻ്റെ ലീഡറായി റസൂലുള്ളാഹി തങ്ങൾ വിട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. വലിയ ധർമ്മിഷ്ഠൻ. എല്ലാം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ബഹുമാനപ്പെട്ടവർ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. വീട്ടിൽ നിക്ഷേപമായിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ 40,000 ദിർഹമുണ്ട്, റെഡി കാശ് ഉണ്ടായി. വീട്ടിൽ റെഡി കാശ് 40,000 ദിർഹമുണ്ടായിരുന്നു ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ. അതെല്ലാം ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. അടിമകളെ മോചിപ്പിക്കാൻ, പീഡനമനുഭവിക്കുന്ന അടിമകളെ മോചിപ്പിക്കാൻ, സാധുക്കളെ സഹായിക്കാൻ എല്ലാം ഉപയോഗിച്ചു. അവസാനം ഹിജ്റ പോകുന്ന സമയത്ത്, മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് ബാക്കി എണ്ണി നോക്കുമ്പോൾ 5,000 ദിർഹം മാത്രമേ ഉള്ളൂ. 40,000 ദിർഹമിൽ 5,000 ദിർഹം മാത്രമേ ഉള്ളൂ. എല്ലാം ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. അത്രയും വലിയ ഉദാരമരിയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹുവിൻ്റെ പേരിൽ, ദീനിൻ്റെ പേരിൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരുന്ന അടിമകളെ 7 പേരെ വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു. മുസ്ലിമായി പോയി എന്ന കാരണം കൊണ്ട് പീഡനം അനുഭവിച്ചുകൊണ്ട് ആണും പെണ്ണുമായിട്ടുള്ള അടിമകൾ, ആ അടിമകളെ അവരുടെ യജമാനന്മാരിൽ നിന്ന് പറഞ്ഞ വില കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു. 7 പേരെ മോചിപ്പിച്ചു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല. ഇങ്ങനെ മോചിപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോൾ വാപ്പ പറഞ്ഞു, വാപ്പ അന്ന് മുസ്ലിമായിട്ടില്ല, വാപ്പ കുറക്കാലം കഴിഞ്ഞിട്ടാണ് മുസ്ലിമായത്. അപ്പം ഈ വൃദ്ധകളായ പെണ്ണുങ്ങളെയും അതുപോലെ വയസ്സന്മാരെയൊക്കെ, ദുർബലരായ ആൾക്കാരെ എങ്ങനെ അവരെ ഇട്ടിക്ക് ചെല്ലുന്നത് കണ്ടപ്പോൾ വാപ്പ പറഞ്ഞു, പൊന്നു മോനെ, നീ എഴുന്നേൽക്കാൻ വയ്യാത്ത ആളുകളുടെ ഒരു ഉപകാരത്തിനും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ അടിമത്തത്തിന് മോചിപ്പിക്കാൻ നടക്കുന്നത്. നിനക്ക് നല്ല ശക്തന്മാരായ യുവാക്കന്മാരായ അടിമകളെ മോചിപ്പിച്ചൂടെ? എന്നാൽ യക്കൂമൂന മയക്ക, അവർ നിൻ്റെ കൂടെ സഹായത്തിനുണ്ടാകും. യംനഉനക, നിന്നെ സംരക്ഷിക്കും. വയദഫുനക, നിന്നെ തൊട്ട് പിന്നെ ശത്രുക്കളെ തടുക്കും. എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടില്ല. ആരോഗ്യമുള്ള നല്ല മനുഷ്യന്മാരെ നോക്കി നിൽക്കി മോചിപ്പിച്ചാൽ. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐ അബട്ടി, എൻ്റെ ഉപ്പ, അന ഉരീദു മാ ഇൻദല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, പ്രത്യുപകാരം ഉദ്ദേശിച്ചുകൊണ്ടല്ല. അടിമകളെ അടിമത്തത്തിന് മോചിപ്പിച്ചിട്ട് അവരെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം കിട്ടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ മറുപടി പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖലീഫ ആരാകണം വ്യക്തമായി റസൂൽ ആരെയും പേര് പറഞ്ഞിട്ടില്ല. അത് സമുദായത്തിന്, തെരഞ്ഞെടുപ്പിൻ്റെ അവകാശം സമുദായത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി
സഹമ ഈ ലോകത്തോട് ഇവിടെ ചൊല്ലിപ്പോയിട്ടുള്ളത്. സമുദായത്തിൻ്റെ നേതാവ് നിബിതങ്ങളുടെ പ്രതിനിധിയെ ആര് ജനങ്ങൾ തിരഞ്ഞെടുക്കണം. ആ ജനങ്ങൾ ഭൂരിപക്ഷം തിരഞ്ഞെടുക്കുന്ന ആൾ ഖലീഫ. അങ്ങനെ ജനങ്ങൾക്ക് അധികാരം വിട്ടുകൊടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പോയിട്ടുള്ളതെങ്കിലും തൻ്റെ ശേഷം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ ആരായിരിക്കും, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നതിൻ്റെ ചില സൂചനകൾ നബി തങ്ങൾ നടത്തിയിട്ടുണ്ടായി. അതിൽപ്പെട്ടതാണ് യഖ്തദു ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കരിൻ വ ഉമർ. എൻ്റെ ശേഷം വരുന്ന രണ്ടാളുകളെ നിങ്ങൾ പിന്തുടരണം, അതായത് അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ പിന്തുടരണം എന്നൊരു ഹദീസിലുണ്ട്. അപ്പോൾ അതിലൊരു സൂചനയുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ശേഷമുള്ള ഖലീഫമാർ ഇവർ രണ്ടുപേരും എന്നത്. അതുപോലെ തന്നെ നബി തങ്ങൾ പറഞ്ഞു സുദ്ദു ഹാദിഹിൽ അബ്വാബ ശാരിയ ഇല്ലാ ബാബ അബൂബക്കറിൻ. പള്ളിയുടെ അകത്തേക്കുള്ള എല്ലാ വാതിലും കൊട്ടിയടക്കണം. മദീനയിൽ വന്ന് പള്ളിയുടെ നിർമ്മാണം നടന്നപ്പോൾ പള്ളിയുടെ ചുറ്റും വീടുകളാണ്. പള്ളിയുടെ ചുറ്റും വീടുകൾ, മിക്ക വീട്ടുകാർക്കും പള്ളിക്കകത്തേക്ക് വാതിലുണ്ട്, പള്ളിയിലേക്ക് വരാൻ വാതിൽ, പുറത്തേക്ക് അങ്ങാടിയിലേക്ക് ഉള്ള വാതിൽ അപ്പുറത്തും ഉണ്ടാവും. റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു പറ്റില്ല, ഇനി ഇത് വാതിലൊക്കെ അടക്കണം തന്നെ, പള്ളിയുടെ ഗതാഗതം ഇനി പാടില്ല, ഒറ്റ വാതിൽ മതിയാണ്. ഒരൊറ്റ വാതിൽ മാത്രം മതി പള്ളിയിലേക്ക്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൻ്റെ വാതിൽ, ബാക്കിയൊക്കെ പൊതു വാതിലുണ്ട് ഓപ്പൺ, ആ വാതിൽ കൂടി പോയിക്കൂടാ. അതല്ലാതെ പള്ളിക്ക് ചുറ്റും ചാച്ചി കെട്ടിയിട്ടുള്ള വീടുകൾ, കുടിലുകൾ, ആ കുടിലുകളിൽ നിന്ന് ഓരോ വാതിൽ ഓരോരുത്തർക്ക് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കയറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അത് വേണ്ട ഇനിയെന്നത് സുദ്ദു, നിങ്ങൾ അടച്ചു കളയുക, എല്ലാ ബാബുകളും അടക്കണം, വാതിലുകളും അടക്കണം എന്ന് പറഞ്ഞു. എല്ലാ വാതിലുകളും അടക്കണം, അബൂബക്കറിൻ്റെ വാതിലുകൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ കാരണം? ഇല്ലാ ബാബ അബൂബക്കർ എന്ന് പറയാനുള്ള കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് പ്രതിനിധിയായിട്ട് ഖലീഫയാകാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വരേണ്ടതുണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് അതിൻ്റെ പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തന്നെ ബനു മുസ്തലിഖ് കുടുംബത്തിൽപ്പെട്ട ആളുകൾ ചോദിച്ചു, ലിമൻ നെരുഫഴു സദക്കാറ്റിന ബൈദക്ക, അങ്ങക്ക് ശേഷം ഞങ്ങളുടെ സദക്കകൾ സക്കാത്തുകൾ ഞങ്ങളുടെ ആരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞില്ല, അബൂബക്കറിന്, അബൂബക്കറിന് കൊടുത്തോളൂ. ഇതൊക്കെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവാണ് ഒന്നാമത്തെ ഖലീഫ എന്നതിൻ്റെ സൂചനയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, ഒരു സംഗതിക്ക് വേണ്ടി അബൂബക്കർ തങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു, ഹദീസുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായി, പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്ന് പനി വർദ്ധിച്ചപ്പോൾ അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മുറു അബാ ബക്രിൻ ഫല്യുസല്ലി ബിന്നാസ്. ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ്. മുറു അബാ ബക്രിൻ ഫല്യുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് കൽപ്പിക്കൂ അദ്ദേഹം നിസ്കരിക്കട്ടെ. നിസ്കാരത്തിന് ഇമാമത്ത് അങ്ങനെയാണ്, പണ്ടേ നിസ്കാരത്തിന് ഇമാമത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ആൾ ഇമാമത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല ആളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. അഫ്ഖഹ് നിൽക്കണം, ഏറ്റവും വിവരമുള്ള ആൾ അഫ്ഖഹ്. അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്തായി എന്ന് പറഞ്ഞാൽ നല്ല മധുര മനോഹരമായിട്ട് ഓതുന്ന ആളെ നിർത്താൻ തുടങ്ങും. അത് ചിലപ്പോൾ കുട്ടികളാണെങ്കിലും ശരി, കുട്ടികൾ പ്രായം ചെന്ന ആളും കുട്ടികളുണ്ടാകുമ്പോൾ പ്രായം ചെന്ന ആൾ ഇമാമത്ത് നിൽക്കണമെന്നാണ്. കൂടുതലുള്ള ആളുകൾ ഫിഖ് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ഇമാമത്ത് നിൽക്കണമെന്നാണ് നിയമമുള്ളത്. അപ്പോൾ സ്വരരാഗ ഭംഗി നോക്കിയിട്ട് ഇപ്പോൾ കൊച്ചുകുട്ടികളെ ഇമാമത്ത് നിർത്തി വലിയ വലിയ ആൾക്കാരൊക്കെ എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് കാണാൻ പലയിടത്തും. ഹിഫ്ള് നല്ലത് തന്നെ, ഹിഫ്ള് മാത്രം പോരാ. ഖുർആൻ ഹിഫ്ള് ഉണ്ടായത് കൊണ്ട് മാത്രം പോരാ. ഇമാമത്ത് നിൽക്കുമ്പോൾ അയാൾ ഒരു വലിയ വണ്ടിയിൽ ആളെ കയറ്റി ഡ്രൈവ് ചെയ്ത് പോവുക, അയാൾക്ക് ഡ്രൈവിങ് നിയമങ്ങളൊക്കെ അറിയണം. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഇമാമ് തന്നെ ഒരു ഡ്രൈവറാണ്. അത് നിയമങ്ങളൊന്നും അറിയാതെ ഖുർആൻ ഓതാൻ മാത്രം പഠിച്ചത് കൊണ്ടിട്ട് ഇമാമത്ത് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു പരിഷ്കാരമായിരിക്കണം. പ്രത്യേകിച്ച് റമദാനിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഹാഫിളായ ഒരു കുട്ടീനെ കൊണ്ടുവന്ന് നിർത്തും. ഓന് ജമാഅത്തിൻ്റെ ഷർത്തുകൾ പോലും അറിയില്ല, ആ നിസ്കാരത്തിൻ്റെ അപാകത കുഞ്ഞാൽ തിരുത്താൻ അറിയില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഇമാമത്ത് നിർത്താനായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഹാഫിളായിരിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഫിഖ് വേണം, അത്യാവശ്യം നിസ്കാരത്തിൻ്റെ ഫിഖ് മസലയൊക്കെ പഠിച്ച ആളായിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ആവട്ടെ, ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ പ്രതിനിധിയായിട്ട് ഇമാമത്തിൽ നിന്നും അലിയാരായിരുന്നു ഖലീഫയാകേണ്ടത് ഷിയാക്കളുടെ വാദമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം ഖിലാഫത്ത് അധികാരം കിട്ടേണ്ടത് റസൂലുള്ളാഹിൻ്റെ ജാമാതാവായ മകളുടെ ഭർത്താവായിട്ടുള്ള അലിയാർക്കായിരുന്നു ഖിലാഫത്ത് കിട്ടേണ്ടത്. അത് അബൂബക്കർ തങ്ങൾ തട്ടിയെടുത്ത്, അതിനുശേഷം ഉമർ തങ്ങൾ തട്ടിയെടുത്ത്, അതിനുശേഷം ഉസ്മാൻ തങ്ങൾ തട്ടിയെടുത്തു. അതുകൊണ്ട് അക്രമമാണ് അവർ ചെയ്തത്. അഹ്ലുസുന്നത്തിൻ്റെ ആളുകൾ ചെയ്തത് അക്രമമാണ്.
അതുകൊണ്ടിട്ട് അഹ്ലു ബൈത്തിനാണ് ഭരണം കൊടുക്കേണ്ടത്. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ വസിയത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കള്ള ഹദീസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഷിയാക്കൾ. അതാണ് അവരുടെ വാദം. അതേ അവസരം ഇതിന് ബഹുമാനപ്പെട്ട കക്ഷിയായ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? അലിയാർ പറയുന്നു, ഖദ്ദമൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ അൻ യുസല്ലിയ ബിന്നാസി. നബി തങ്ങൾ രോഗശയ്യയിലായപ്പോൾ ജനങ്ങൾക്ക് ഇമാമത്തിന് നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ തങ്ങൾക്ക് മുൻഗണന കൊടുത്തു. വാന ഹാദിറുൻ, ഞാൻ അവിടെ ഹാജരുണ്ടായിരുന്നു. വൈറുഗായിബിൻ, ഞാൻ അപ്രത്യക്ഷനായിരുന്നില്ല. ഞാൻ അവിടെ സ്ഥലത്തുണ്ട്. എന്നെ നിർത്തണമെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് നിർത്താമായിരുന്നു. ഞാനവിടെ ഉണ്ടായിരിക്കെ തന്നെ അബൂബക്കർ തങ്ങളെയാണ് റസൂലുള്ളാഹി നിശ്ചയിച്ചത്. ഞാൻ വസഹീഹുൻ, ഞാൻ ആരോഗ്യവാനാണ്. ഒരു മരിയിൽ ഞാൻ രോഗിയല്ല. വലൗഷാ അൻ യുഖദ്ദിമനി ലഖദ്ദമനി, എന്നെ മുന്തിക്കണമെന്ന് നബി തങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ എന്നെ മുന്തിച്ചേനെ. അതുകൊണ്ട് റലീന ലി ദുനിയാന മൻ റളിയല്ലാഹു റസൂലുഹു ലി ദീനിന, ഞങ്ങളുടെ മതക്കാര്യത്തിന് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ അല്ലാഹും റസൂലും ആരെയാണോ പൊരുത്തപ്പെട്ടത് ആ വ്യക്തിയെ ഞങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, ഖലീഫയാകാൻ, ഭരണകർത്താവാകാൻ ഞങ്ങൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു. സയ്യിദന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഇബ്നു അസാക്കിർ റിവായത്ത് ചെയ്ത ഹദീസാ. അപ്പോൾ അലിയാർ, വാസ്തവത്തിൽ അലിയാർക്ക് അങ്ങനെ ഒരു വസിയത്തുണ്ടായിരുന്നെങ്കിൽ അലിയാർ അടങ്ങിയിരിക്കുമോ? ഇത്രയും 3 ഖലീഫമാരുടെ ഭരണം കഴിഞ്ഞവരെ അലിയാർ അടങ്ങിയിരിക്കോ? ഒരിക്കലും ഇരിക്കുകയില്ല. കള്ള ഹദീസ് ഷിയാക്കൾ കെട്ടിയുണ്ടാക്കിയതാണ് ഇതെല്ലാം. അലിയാർ വസിയാണെന്നും അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ശേഷം ഭരിക്കേണ്ടത് അലി ഇബ്നു അബീ താലിബാണെന്നൊക്കെയുള്ള വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഷിയാക്കൾ വഴിതെറ്റിപ്പോയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഏകകണ്ഠമായിട്ടാണ് തിരഞ്ഞെടുത്തത്. ഏകകണ്ഠമായിട്ട് തിരഞ്ഞെടുത്തു. ആദ്യമായിട്ട് ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ചുകൊണ്ട് ബയ്യത്ത് നടന്നു. പ്രമുഖർ ബയ്യത്ത് ചെയ്തു. ആദ്യമായിട്ട് ബനു സായിദ ഗോത്രക്കാരുടെ പന്തലിൽ വെച്ചുകൊണ്ട് ദീർഘമായ ചർച്ചയുണ്ട്. ദിവസങ്ങൾ നീണ്ടുനിന്ന ദീർഘമായ ചർച്ച കഴിഞ്ഞിട്ടാണ് ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ പള്ളിയിൽ വന്ന് മെമ്പറിൽ കയറിയിരുന്ന് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു സ്വാഗത പ്രസംഗം നടത്തി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്റ്റേജിൽ കയറിയിരുന്നു, മെമ്പറിൽ കയറി ഇരുന്നിട്ട് ഒരു സ്വാഗത പ്രസംഗം, ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു പ്രസംഗം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടത്തിയതിന് ശേഷമാണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗം തുടങ്ങിയത്. എന്താണ് ആ പ്രസംഗത്തിൽ അങ്ങ് പറയുന്ന പ്രസംഗം? നീണ്ട പ്രസംഗമെല്ലാം. ബഅദു അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഫഇന്നി ഉല്ലീതു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ അധികാരസ്ഥനാക്കപ്പെട്ടിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, ഏതു നിലയിൽ ഞാൻ നിങ്ങളിൽ ഉത്തമനല്ല. നിങ്ങളെല്ലാവരും കൂടി എന്നെ ഖലീഫയായി ബയ്യത്ത് ചെയ്തു, പക്ഷേ ഞാൻ അതിന് അർഹനല്ല. ഫഇന്നി ഖദ് ഉല്ലീതു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ അധികാരസ്ഥനാക്കപ്പെട്ടിരിക്കുന്നു. വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളിൽ ഉത്തമനല്ല. അതുകൊണ്ട് ഫഇൻ അഹ്സൻതു ഫഈനൂനി, ഞാൻ നന്മ ചെയ്താൽ നിങ്ങൾ എന്നെ പിന്തുണക്കണം. വഇൻ അസഅ്തു, ഞാൻ തിന്മ ചെയ്താലോ ഫഖവ്വിമൂനി, എന്നെ നിങ്ങൾ ചൊവ്വാക്കണം. ഞാൻ നന്മ ചെയ്താൽ നിങ്ങൾ എന്നെ പിന്തുണക്കണം, ഞാൻ തിന്മ ചെയ്തു പോയാൽ എന്നെ നിങ്ങൾ ചൊവ്വാക്കണം. അസ്സിദ്ഖു അമാന, സത്യം എന്ന് പറയുന്നത് വിശ്വാസ്യതയാണ്, വിശ്വസ്തതയാണ്. വൽ കദിബു ഖിയാന, നുണ പറയുക എന്നത് അത് വഞ്ചനയാണ്. വൽ അലീഫു ഫീക്കും ഖവിയ്യുൻ ഇൻദി, നിങ്ങളുടെ കൂട്ടത്തിൽ ദുർബലനായ ആൾ എൻ്റെ അടുക്കൽ ശക്തനാണ്. ഒരു ദുർബലനെ ആരെങ്കിലും ഉപദ്രവിച്ചു, അവൻ കേസുമായിട്ട് എൻ്റെ കോടതിയിൽ വന്നാൽ അവന് എല്ലാ സംരക്ഷണവും നൽകും ഞാൻ. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ ദുർബലൻ എൻ്റെ അടുക്കൽ ശക്തനാണ്. ഹത്താ ഉരീഹ അലൈഹി ഹക്ക, ഇൻഷാ അല്ലാഹ്, അല്ല വേണ്ടിവെച്ചാൽ അവൻ്റെ അവകാശം ഞാൻ തിരിച്ചു കൊടുക്കും. വൽ ഖവിയ്യു ഫീക്കും ലൈഫുൻ ഇൻദി, നിങ്ങളുടെ അടുക്കലുള്ള ശക്തൻ എൻ്റെ അടുക്കൽ ദുർബലനാണ്. നിങ്ങളുടെ അടുക്കലെ വല്ല പോക്കിരിമാരുണ്ടെങ്കിൽ അവൻ്റെ പോക്കിരിത്തരം കൊണ്ട് വല്ല അക്രമം ചെയ്താൽ എൻ്റെ കോടതിയിലെത്തിയാൽ അവൻ ദുർബലനായിരിക്കും. അവനെതിരെ ഞാൻ കക്ഷിയെ സഹായിക്കും. ഹത്താ ആഖുദൽ ഹഖ മിൻഹു, അങ്ങനെ ഞാൻ അവൻ്റെ പക്കൽ നിന്ന് അവകാശം വാങ്ങി മറ്റവന് കൊടുക്കും ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ലാ യദഉ ഖൗമുനിൽ ജിഹാദ ഫീ സബീലില്ലാഹി ഇല്ലാ ദറബഹുമുല്ലാഹു ബിദ്ദുല്ലി, ഒരു ജനവിഭാഗവും ജിഹാദ് എന്ന ധർമ്മസമരം ഉപേക്ഷിക്കുകയില്ല. ഇല്ലാ ദറബഹുമുല്ലാ ബിദ്ദുല്ലി, അവർക്ക് അല്ലാഹു തആല അവമതിയും നിന്യതയും നൽകിയിട്ടല്ലാതെ. മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നു, മുസ്ലിം രാജ്യങ്ങളെ കടന്നാക്രമണം നടത്തുന്നു, എന്നിട്ട് കയ്യും കെട്ടി നിൽക്കുക മുസ്ലിം രാജ്യങ്ങൾ. അങ്ങനെ വന്നാൽ പിന്നെ അവമതിയായി, നിന്യതയായി.
അതുകൊണ്ടുള്ള അവമതിയും നിന്ദതിയും ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകുകയാണ്. വലാ തശീഉൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത്, ഒരു ജനസമുദായത്തിലും വ്യഭിചാരം വ്യാപിക്കുകയില്ല. ഇല്ലാ അംഹുമുല്ലാഹു ബിൽ ബലാ, ആപത്തുകൊണ്ട് അല്ലാഹു തആല അവരെ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ടല്ലാതെ, വ്യാപകമാക്കിയിട്ടല്ലാതെ. വ്യഭിചാരം എങ്ങാനും സമുദായത്തിൽ അത് വ്യാപകമായി പോയാൽ, വലാ തശീഉൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്ത്, ഒരു ജനവിഭാഗത്തിലും വ്യഭിചാരം വ്യാപിക്കുകയില്ല. അല്ലാഹു തആല അവർക്ക് വ്യാപകമായ ആപത്ത് ഇറക്കിയിട്ടല്ലാതെ. തുടർന്ന് കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അത്തിഊനി മാ അതഅതുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ അനുസരിക്കണം. വറസൂലഹു, അള്ളാഹിൻ്റെ റസൂലിനെയും ഞാൻ അനുസരിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്നെ അനുസരിക്കണം. ഫൈദാ അസൈതുല്ലാഹ വറസൂലഹു, ഞാൻ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധം ചെയ്താൽ, ഫലാ തഅത ലി അലൈക്കും, നിങ്ങൾ എന്നെ വഴങ്ങേണ്ടതില്ല, എന്നെ അനുസരിക്കേണ്ടതില്ല. ഖൂമു ഇലാ സ്വലാത്തിക്കും യർഹമുക്കുമല്ലാഹ്. ഇനി നമുക്ക് നിസ്കരിക്കാം, അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. ഖുതുബ നിർത്തി. ഇത്ര ഷോർട്ട് ഖുതുബയാണ്, വളരെ അർത്ഥഗർഭമായിട്ടുള്ള ഖുതുബയാകുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലം 2 വർഷവും ചില്ലറയുമാണെങ്കിലും വളരെ കൂടുതൽ ബഹളമയമായ കാലമായിരുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിൻ്റെ സ്ഥൈര്യവും ധൈര്യവും ഒക്കെ പ്രകടമായത് അപ്പോഴാണ്. അതെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് കേട്ടപ്പോൾ കുറേ ആളുകൾ രാജിവെച്ച്. നബി മരിച്ച് ഇനി പെണ്ണ് ഇസ്ലാം ചെയ്യുന്നു, വിവരക്കേടുണ്ട്. ഇന്നലെയും മരിഞ്ഞാൽ ഇസ്ലാമിക്ക് വന്ന നവ മുസ്ലിമുകൾ ആൾക്കാർ രാജിവെച്ചു. കുറേ ആൾക്കാർ പറഞ്ഞു, ആ റസൂലുള്ളാഹി വഫാത്തായി നമ്മൾ സക്കാത്ത് ഇനി കൊടുക്കില്ല, അബൂബക്കറിൻ്റെ കയ്യിൽ നമ്മൾ സക്കാത്ത് കൊടുക്കില്ല. വലിയ സംഖ്യ 2.5% കൊടുക്കണത്, കൊടുക്കാൻ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത് കൊണ്ടിട്ട് കൊടുത്തത്. ഖുതുമിൻ അംബാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സകനുൽ ലഹും എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. നബി തങ്ങളോട് സക്കാത്ത് വാങ്ങാനും അവരെ സംസ്കരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ പ്രാർത്ഥന ഇനിയിപ്പോൾ കിട്ടൂല, അതുകൊണ്ട് സക്കാത്തിന് കൊടുക്കില്ല എന്ന് ഒരു കൂട്ടർ പറഞ്ഞു. ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നാലും ഇസ്ലാമിൻ്റെ നിയമങ്ങളൊന്നും അംഗീകരിക്കില്ല എന്ന് പുറത്തു വന്നു. ഇങ്ങനെ വന്നപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഇവരോടെല്ലാം യുദ്ധം പ്രഖ്യാപിച്ചു. ഇവരോടൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചു, സൈന്യങ്ങൾ വിടാൻ തുടങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ എന്താന്ന് പറഞ്ഞാൽ, പിന്നെ കുറച്ച് ആൾക്കാർ പ്രവാചകന്മാരാന്ന് വാദിക്കാൻ തുടങ്ങി. മുസൈലിമത്തുൽ കദ്ദാബ്, സജാഹി, അതുപോലെ തന്നെ തുലീഹത്ത്, ഇങ്ങനെ തുടങ്ങി ചില ആളുകൾ പ്രവാചകന്മാരാന്ന് വാദിക്കാൻ തുടങ്ങി. സകല ആളുകളുടെ അടുത്തേക്കും സൈന്യത്തെ വിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവരോടൊക്കെ യുദ്ധം ചെയ്ത് ആളുകളെ സത്യത്തിലേക്ക് മടക്കി, സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. പ്രക്ഷോഭകാരികളൊക്കെ അമർച്ച ചെയ്തു. വലിയ സേവനമാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തത്. മക്ക, മദീന, ത്വായിഫ് ഈ സ്ഥലങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ള പല രാജ്യങ്ങളിലും കുഴപ്പം പൊട്ടിപ്പുറപ്പെട്ടുണ്ടായിരുന്നു. സിദ്ദീഖുൽ അക്ബറിൻ്റെ ധീരമായ കാൽവെപ്പ് അതുകൊണ്ടാണ് പിടിച്ചു നിർത്താൻ വേണ്ടി സാധിച്ചത്. വിവരമില്ലാത്ത ആളുകളെ ചില ദുഷ്ടന്മാർ വഴിതെറ്റിക്കാൻ നോക്കിയതായിരുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിനൊക്കെ തടയിട്ടു. കള്ളപ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ അസ്വദുൽ അൻസി യമനിലും, അസ്വദുൽ അൻസി എന്ന് പറയുന്ന ഒരാൾ ഇന്ദ്രജാല വിദ്യക്കാരനായിരുന്നു, പിശാചി സേവയുള്ള ആളായിരുന്നു. അയാൾ യമനിലെ ഗവർണറെ എന്ത് ചെയ്തു? കൊന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചിട്ടുള്ള ഗവർണറെ കൊന്ന് അയാളുടെ ഭാര്യയെ വിവാഹം ചെയ്തു. പല സ്ഥലങ്ങളും പിടിച്ചടക്കി. അങ്ങനെ അസ്വദുൽ അൻസി നബിയാണെന്ന് വാദിക്കാൻ തുടങ്ങി. നബിയാണെന്ന് വാദിച്ചപ്പോൾ കുറേ അധികം ആളുകൾ അദ്ദേഹത്തെ പിന്നിൽ കൂടി നിർബന്ധിതരായി. പട്ടാളത്തെ സജ്ജീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് കത്തെഴുതി അറിയിച്ചു. റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പാണ്. യമനിലേക്ക് കത്തെഴുതി അറിയിച്ചു, അവൻ വ്യാജവാദിയാണ്, അവനെ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് കത്തയച്ചു. സ്വകാര്യമായിട്ട് കരുക്കളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ കൂറുമാറി. കാരണം ഭാര്യ കൂറുമാറാനുള്ള കാരണം എന്താ? കൂറുമാറാനുള്ള കാരണം അവരുടെ ഭർത്താവിനെ ഇയാൾ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അസ്വദുൽ അൻസി കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഭർത്താവിനെ കൊന്നിട്ടാണ് അവളെ കല്യാണം ചെയ്തത്.
ഈ ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഭാര്യ നടക്കുന്നത്. അപ്പോൾ ഭാര്യ എന്ത് ചെയ്ത് പ്രക്ഷോഭകാരികളുടെ കൂട്ടത്തിൽ കൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ അസ്വദുൽ അൻസിയുടെ സൈന്യാധിപന്മാർക്കെതിരെ അയാൾ ചില നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ അസ്വദുൽ അൻസിയുടെ സൈന്യാധിപന്മാർക്ക് നേരെ ചില നടപടികൾ സ്വീകരിച്ചപ്പോൾ അവർ അസ്വദുൽ അൻസിക്കെതിരായി. അവരും പ്രക്ഷോഭകാരികളുടെ കൂട്ടത്തിൽ കൂടി. അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് സ്വകാര്യമായിട്ട് ഭാര്യയുടെ സഹായത്തോടുകൂടി അസ്വദുൽ അൻസിയെ കൊന്നിട്ട് അവർ അവൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ കയറി സുബീൻ്റെ ബാങ്ക് അങ്ങോട്ട് കൊടുത്തു. സുബഹിൻ്റെ ബാങ്ക് കൊടുത്ത് അസ്വദുൽ അൻസിയുടെ തല അങ്ങോട്ട് എറിഞ്ഞു കൊടുത്ത് ജനങ്ങളിലേക്ക്. അപ്പോൾ അസ്വദുൽ അൻസിയുടെ പട്ടാളക്കാരും എല്ലാവരും പേടിച്ചോടിപ്പോയി. പിന്നെ എല്ലാ അമീറുമാരും അവിടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വന്ന് യമനിൽ ഇസ്ലാം അതിൻ്റെ പൂർവ്വപരി ശക്തിയിൽ തിരിച്ചു വരികയാണുണ്ടായത്. ഈ സന്തോഷ വാർത്ത മദീനയിൽ എത്തിയത് റസൂലുള്ളാഹി മരിച്ചതിൻ്റെ ശേഷമാണ്. റസൂലുള്ളാഹി മരിച്ചു കഴിഞ്ഞ ശേഷമാണ് സന്തോഷ വാർത്ത എത്തുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ സന്തോഷ വാർത്തയാണ് ആദ്യമായിട്ട് കിട്ടിയത്. ഇതുപോലെയുള്ള കള്ളപ്രവാചകന്മാർ വേറെയും ഉണ്ടായി. മുസൈലിമത്തുൽ കദ്ദാബ് യമാമയിൽ മുസൈലിമത്തുൽ കദ്ദാബ് നബിയാണെന്ന് പറഞ്ഞു. അവിടെ മുസ്ലിം സൈന്യത്തെ വിട്ട് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു മുസ്ലിം സൈന്യത്തെ വിട്ട് അവരെയൊക്കെ പരാജയപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖാലിദ് ബിൻ വലീദിൻ്റെ ധീരസേനാനിയായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ സൈന്യത്തെ വിട്ടു. അങ്ങനെ ഘോരമായ സമരം നടന്നു. 40,000 വരുന്ന പട്ടാളക്കാർ മുസ്ലിം കദാബിൻ്റെ കീഴിലുണ്ടായി. മണ്ണിൻ്റെ മക്കൾ വാദമാണ് പറഞ്ഞ അറബികൾക്ക് അവിടെ പ്രവാചകൻ, നമുക്കിവിടെ പ്രവാചകൻ. മദീനത്ത് അപ്രവാചകൻ, ഇവിടെ എനിക്ക്. അള്ളാഹു എന്നോട് പറഞ്ഞ എങ്ങനെയാണ്, ഇവിടെ നിങ്ങൾ പ്രവാചകൻ, അവിടെ അദ്ദേഹം പ്രവാചകൻ എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾക്ക് മുസ്ലിം കദാബ് കത്ത് എഴുതി. ആ കത്തിൽ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് അള്ളാഹു തആല പങ്കാളിത്തം തന്നിട്ടുണ്ട് പ്രവാചകത്വത്തിൽ. അതുകൊണ്ട് മുസ്ലിം രാജ്യം പകുതി നിങ്ങൾക്കും പകുതി എനിക്കാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തക്കതായ മറുപടി എഴുതി. അദ്ദേഹം കള്ളപ്രവാചകനാണെന്നും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ലെന്നും അർത്ഥം കുറിക്കുന്ന കത്ത് റസൂലുള്ളാഹി തങ്ങളെ അയച്ചു. മുസൈലമത്തുൽ കദ്ദാബിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സൈന്യത്തെ വിടുകയാണ്. തൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് മുസൈലമത്തുൽ കദ്ദാബിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി സൈന്യത്തെ വിട്ടു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ പട്ടാളം വന്ന് ഘോരമായ സമരം നീണ്ടപ്പോൾ അവിടെ ഹദീഖത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞ തോട്ടമുണ്ടാക്കിയിട്ടുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിന് റഹ്മാൻ എന്ന് വ്യാജമായിട്ടൊരു പേര് കൊടുത്തു. എന്നിട്ട് അവർക്കൊരു വലിയ കോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, ചുറ്റും വൻമതിലുള്ള വലിയൊരു കോട്ട. അതിന് ഹദീഖത്തുർ റഹ്മാൻ എന്നവർ പറയുന്നത്. അതിൻ്റെ അകത്ത് പോയി വാതിലടച്ചു കളഞ്ഞു. അപ്പോൾ വാതിലടച്ചപ്പോൾ ഉപരോധം ഏർപ്പെടുത്തി അതിൻ്റെ ചുറ്റും എല്ലാവരും നിന്ന് നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്ന് അസ്ത്രമേറ്റും മറ്റൊക്കെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരിക. അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ഇവർക്കാണെങ്കിൽ എല്ലാ സജ്ജീകരണത്തോടു കൂടിയാണ് ഇവർ കോട്ടക്കുള്ളിലേക്ക് പോയത്. അപ്പോൾ ബഹുമാനപ്പെട്ട ബറാഉ ബിൻ മാലിക് എന്ന പാവപ്പെട്ടൊരു സഹാബി, അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് പൊക്കിയെന്നത്. ഒരു പരിചിയുടെ മുകളിൽ അദ്ദേഹം കയറി ഒന്ന് കുണ്ടം കൊണ്ട് പൊക്കാൻ പറഞ്ഞു. പൊക്കി മേൽപോട്ട് നല്ല പൊക്കാൻ പറഞ്ഞു. ഇനിയും പൊക്കണം എന്ന് പറഞ്ഞു. പൊക്കി എത്തിയപ്പോൾ അദ്ദേഹം ആ വൻമതിലിൻ്റെ അപ്പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് അദ്ദേഹം അകത്തെ ആരൊക്കെ വെട്ടുന്നുണ്ട് കുത്തുന്നുണ്ടെന്ന് പരിഗണിക്കാതെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയി ഗേറ്റ് ഉള്ളിൽ നിന്ന് തുറന്നപ്പോൾ ആർത്തിരമ്പി മുസ്ലിമുകൾ അകത്തേക്ക് കടന്ന് ഘോരമായ യുദ്ധം ചെയ്ത് മുസ്ലിമത്തിനെ കൊന്നു. അങ്ങനെ മുസൈലിമത്തുൽ കദ്ദാബ് വധിക്കപ്പെടുകയാണുണ്ടായത്. തുലൈഹത്ത് എന്ന് പറയുന്ന ആൾ പിന്നീട് അയാൾ തൽക്കാലം യുദ്ധത്തിൽ ഒളിച്ചോടിപ്പോയി. പിന്നെ അവസാനം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. സജാഹി എന്ന് പറഞ്ഞ പെണ്ണ് പ്രവാചകത്വം ബാധിച്ചെങ്കിലും പിന്നീട് അവളും ഇസ്ലാമൊക്കെയായിട്ടുണ്ട്. ഈ കള്ളപ്രവാചകന്മാരൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഒക്കെ രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇസ്ലാമിലേക്ക് മടങ്ങി. അസ്വദുൽ അൻസി കൊല്ലപ്പെട്ടു, മുസ്ലിമത്ത് കൊല്ലപ്പെട്ടു. അപ്പോൾ ഏതെങ്കിലും ആവട്ടെ, ഈ കലങ്ങി മറഞ്ഞ അന്തരീക്ഷത്തിൽ ധീരമായി ഭരണകൂടത്തെ നയിച്ചത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു. വളരെ ധീരമായി ബഹുമാനപ്പെട്ടവർ നയിച്ചത് കൊണ്ടാണ് വാസ്തവത്തിൽ നമുക്കൊക്കെ ഇന്ന് സമാധാനപരമായി മുസ്ലിമുകളാകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ജുമാദൽ ആഖിറ, ഇതുപോലുള്ളൊരു ജുമാദൽ ആഖിറയിൽ ബഹുമാനപ്പെട്ടവർ വഫാത്തായി. ജുമാദൽ ആഖിറ 21-നാണ് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഖലീഫയായി ബഹുമാനപ്പെട്ടവർ നിശ്ചയിച്ചു. സഹാബത്തുമായി ഷൂറ നടത്തി, ആലോചന നടത്തി. എന്നിട്ട് അദ്ദേഹത്തോട് വസിയത്ത്, എന്താ വസിയത്ത്? സുമ്മ വസ്സ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫത്തൻ മിൻ ബഅദിഹി, തൻ്റെ ശേഷം വരാൻ പോകുന്ന ഖലീഫക്ക് വസിയത്ത്. ഫഖാല ഫീമാ ഖാല ഇന്നി ഖദ് ഇസ്തഖ്ലഫ്തുക
അല അസ്ഹാബി റസൂലില്ലാ, നിന്നെ ഞാൻ പ്രതിനിധിയാക്കിയിരിക്കുന്നു, നിന്നെ ഖലീഫയാക്കിയിരിക്കുന്നു റസൂലുള്ളാഹിന്റെ സഹാബിമാരുടെ മേൽ. യാ ഉമറേ, ഇന്നലില്ലാഹി ഹഖം ബില്ലൈലി, അല്ലാഹ്ക്ക് രാത്രി ചെയ്യേണ്ട ചില കടപ്പാടുകളുണ്ട്. വലാ യഖ്ബലുഹു ഫിന്നഹാർ, അത് പകലെ അല്ലാഹ് സ്വീകരിക്കൂല. ഉത്തരവാദിത്വം മനസ്സിലാക്കണം. രാത്രി ചെയ്യേണ്ട ഉത്തരവാദിത്വം രാത്രി തന്നെ ചെയ്തു കൊള്ളണം, അത് നാളത്തേക്ക് നീട്ടിവെക്കാൻ പാടില്ല. വഹക്കൻ ഫിന്നഹാർ, പകൽ സമയത്ത് അള്ളാഹുവിന് ചില ബാധ്യതകൾ നീ നിറവേറ്റേണ്ടതുണ്ട്. വലാ യഖ്ബലുഹു ഫില്ലൈലി, രാത്രി അത് അല്ലാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് പകൽ ചെയ്യേണ്ടത് രാത്രി ആവട്ടെ എന്ന് വിചാരിക്കരുത്, രാത്രി ചെയ്യേണ്ടത് പകലാവട്ടെ എന്ന് ഒരിക്കലും തന്നെ വിചാരിക്കരുത്. വഇന്നഹു ലാ യഖ്ബലു നാഫിലത്തൻ, അല്ലാഹു തആല ഒരു സുന്നത്തും സ്വീകരിക്കുകയില്ല. ഹത്താ തുഅദ്ദൽ ഫരീള, ഫർള് വീട്ടുന്നത് വരെ. ഫർളായ ചുമതലകളും ബാധ്യതകളും വീട്ടാതെ സുന്നത്തെടുത്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് വസിയത്ത് ചെയ്തു. ബഹുമാനപ്പെട്ടവർ മരണപ്പെടുകയാണുണ്ടായത് 2 കൊല്ലവും 3 മാസവും 10 ദിവസവുമാണ് ബഹുമാനപ്പെട്ടവരുടെ ഖിലാഫത്തിൻ്റെ കാലഘട്ടം. സിദ്ദീഖ് അക്ബറുള്ളാഹിൻ്റെ ചെറിയൊരു ഉപദേശം കൂടി പറഞ്ഞു വെക്കാൻ നിർത്താം ഇൻഷാ ബർക്കത്തിന് വേണ്ടി. ഇന്നല്ലാഹ ലൈസ ലഹു ശരീക്ക്, അല്ലാഹു തആലക്ക് പങ്കാളിയില്ല. വലൈസ ബൈനഹു വബൈന അഹദിൻ മിൻ ഖൽഖിഹി നസബ്, അള്ളാഹുവിൻ്റെ ഇടക്കും അള്ളാഹിൻ്റെ പടപ്പുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇടക്കും കുടുംബ ബന്ധമേ ഇല്ല. അള്ളാഹുവിന് പങ്കാളികളില്ല എന്നതുപോലെ തന്നെ അള്ളാഹുവും ഏതൊരു പടപ്പിൻ്റെ ഇടയിൽ കുടുംബ ബന്ധവുമില്ല. യുഴ്ത്തി ബിഹി ഖൈറൻ, ആ കുടുംബ ബന്ധത്തിൻ്റെ പേരിൽ അല്ലാഹു വല്ല നന്മയും അവന് ചെയ്തു കൊടുക്കാൻ അങ്ങനെ ഒരു കുടുംബ ബന്ധമില്ല. വലാ യസ്രിഫു അൻഹു സുവൻ, തിന്മ അവനിൽ നിന്ന് തിരിച്ചു കളയാനോ നന്മ ചെയ്യുവാനോ തിന്മ തിരിച്ചു കളയുവാനോ ഇടവരുത്തുന്ന ഒരു കുടുംബ ബന്ധം ആരുമായും അള്ളാഹുവിനില്ല. ഇല്ലാ ബി താഅത്തിഹി, അള്ളാഹുവിനെ വഴിപ്പെടുക, വട്ടിബാഴി അംരിഹി, അള്ളാഹിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നതല്ലാതെ. നല്ല പോലെ മനസ്സിലാക്കണം, അള്ളാഹു തആല നമ്മൾക്ക് വല്ല ഗുണം ചെയ്തു തരാൻ കുടുംബ ബന്ധം വല്ലതും ഉണ്ടില്ല, നമ്മളെ രക്ഷിക്കാൻ വല്ല കുടുംബ ബന്ധവും ഉണ്ടില്ല. അങ്ങനെ ഒരു കുടുംബ ബന്ധം ഖാലിക്കും മഖ്ലൂക്കും തമ്മിലില്ല. പിന്നെയുള്ള ബന്ധം എന്താ? അള്ളാഹിനെ വഴിപ്പെടുക, അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വല്ല നന്മയും പാരത്രികമായ നന്മയും കിട്ടണമെങ്കിൽ, അള്ളാഹിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് ബന്ധമുണ്ടാക്കുക എന്നല്ലാതെ വേറെ ബന്ധം കടപ്പാടും ആർക്കും ആരോടുമില്ല, അള്ളാഹുവിന് ആരോടുമില്ല എന്നാണ് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ സദാ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം. ഫൈനഹു ലാ ഖൈറ ഫീ ഖൈരിൻ ബഅദഹു നാർ, പിന്നീട് നരകം ലഭിക്കുന്ന ഖൈറിൽ ഖൈറേ ഇല്ല. പിന്നീട് നരകമാണ് ലഭിക്കാൻ പോകുന്നതെങ്കിൽ താൽക്കാലികമായ ഈ ഖൈറിൽ ഒരു ഖൈറുമില്ല. ദുനിയാവിൽ നല്ല ആരോഗ്യമുണ്ട്, നല്ല ഐശ്വര്യമുണ്ട്, നല്ല കൊട്ടാരമുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം കണക്ക് ചെയ്ത് നോക്കുമ്പോൾ അവസാനം നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഖൈറല്ല. അതുപോലെ തന്നെ വലാ ശർറ ഫീ ശർരിൻ ബഅദഹുൽ ജന്ന, പിന്നീട് സ്വർഗമാണ് കിട്ടാൻ പോകുന്നതെങ്കിൽ ഇവിടെ ഭൗതിക ജീവിതത്തിലുണ്ടാകുന്ന ഷർറൊന്നും ഷർറല്ല. വിഷമങ്ങളുണ്ടായി, ദുന്യാവിൽ ദാരിദ്ര്യമുണ്ടായി, രോഗമുണ്ടായി, ദുഃഖമുണ്ടായി, കഷ്ടപ്പാടുണ്ടായി, ശത്രുപീഡനമുണ്ടായി, അങ്ങനെ പലതുമുണ്ടായി, ഷെറുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ ക്ഷമിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് സ്വർഗമാണ് കിട്ടാൻ പോകുന്നതെങ്കിലോ ഈ തിന്മയൊന്നും തിന്മയല്ല. ഈ തിന്മയൊന്നും തിന്മയല്ല. ദുന്യാവിൽ ഐശ്വര്യമുണ്ട്, ഗുണമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ നരകമാണ് കിട്ടാൻ പോകുന്നതെങ്കിൽ ഈ ഖൈറല്ല. ശേഷം സ്വർഗമാണ് കിട്ടാൻ പോകുന്നതെങ്കിൽ ദുന്യാവിലുള്ള ഒരു കഷ്ടനഷ്ടങ്ങളും കഷ്ടനഷ്ടമല്ല എന്നാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നത്. സിദ്ദീഖ് അക്ബർ തങ്ങളുടെ പേരിൽ ഒരു 3 ഫാത്തിഹ ഓതി നമുക്ക് പിരിയാം.